السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കുമാറാവട്ടെ. ഗസയിലടക്കം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു തആല അവർക്ക് അന്തിമമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏറെ അഭിമാനപൂർവ്വം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് 1947 ഓഗസ്റ്റ് 15 ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ട് ഇന്ന് ഇരട്ടി മധുരമുണ്ട്. ഇന്ത്യ മഹാരാജ്യം വർഷങ്ങളോളം വൈദേശിക ആധിപത്യത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ച് 1947 ഇന്ത്യ സ്വതന്ത്രമായി. സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പാരതന്ത്ര്യം ആരും ഇഷ്ടപ്പെടുന്നില്ല. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് കവിഭാഷ്യമുള്ളത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് നമ്മുടെ മഹത്തുക്കൾ പോരടിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോടും ഫ്രഞ്ചുകാരോടും പോർച്ചുഗീസുകാരോടും ഡച്ചുകാരോടും ഇങ്ങനെ നിരവധി വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തി. അവർ നമ്മുടെ നാടിനെ കൊള്ളയടിക്കാനും അവരുടെ സംസ്കാരങ്ങൾ നമ്മിൽ അടിച്ചമർത്താനും നമ്മെ ഭരിക്കാനും ശ്രമിച്ചപ്പോൾ അതിന് ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ ജീവൻ വിട്ടുതരില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. ഈ സമരരംഗത്ത് ഒരുപാട് ആളുകൾ ബലിയാടാവുകയുണ്ടായി. വീരമൃത്യു വരിച്ച് ഷഹീദായവരിൽ മുസ്ലിമുണ്ട്, ഹൈന്ദവനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവരുണ്ട്. എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്ന് നൂറ്റാണ്ടുകൾക്ക് അതീതമായ കഷ്ടപ്പാടിനൊടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ചു. 78 ആണ്ട് കടന്നുപോയി. 79ാമത്തെ സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കുന്നത്. ഈ വേളയിൽ ഒരുപാട് വിചാരപ്പെടലുകൾക്ക് നാം വിധേയമാവണം. അന്ന് ഈ രാജ്യത്തിന് വേണ്ടി കഠിന പരിശ്രമം നടത്തുകയും അഹോരാത്രം യത്നിക്കുകയും ചെയ്ത ന്യൂനപക്ഷ വിഭാഗങ്ങളായി എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളടക്കമുള്ളവർ, ദളിതർ, അവരെ മാറ്റി നിർത്തുകയും അവർ ഈ രാജ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല, ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുകയും രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം. അതുപോലെ തന്നെ ആ കാലം അത്രയും രാജ്യത്ത് ഒറ്റുകൊടുക്കുകയും വൈദേശികർക്ക് മുന്നിൽ മാപ്പെഴുതി കൊടുക്കുകയും അവർക്ക് ദാസ്യപ്പണികൾ ചെയ്യുകയും ചെയ്തവരെ രാജ്യത്തിന്റെ വീരേതിഹാസങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും തോളോട് തോളൊരുമി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പഴയകാലം മുതലേ നമുക്ക് കാണാൻ കഴിയുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം. ഒരുപാട് മതവിഭാഗങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വിഭിന്നങ്ങളായ ഭാഷാ സംസ്കാരങ്ങൾ, വിധങ്ങളായ ഭൂപ്രകൃതികൾ, കാലഗണനയിൽ പോലും ആ വിധത്തിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാഷണാലിറ്റി, ദേശീയതയിൽ ഒരുമിക്കുന്ന ഒരു യൂണിറ്റി, അതാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ. ആ ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടെ ആക്രമിച്ചവർ അന്ന് ശ്രമിച്ചിരുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനമായിരുന്നു. ഭിന്നിക്കുക, ഭരിക്കുക, ഭിന്നിപ്പുണ്ടാക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയെ ഒരുമിച്ച് നിർത്തേണ്ടവർ, ഒരമ്മയുടെ മക്കളായി ചേർത്ത് പിടിക്കേണ്ടവർ, ഒരു ഉമ്മ പെറ്റ മക്കളായി അരികെ നിർത്തേണ്ടവർ, അകറ്റി നിർത്താനും വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കാനും ഈ രാജ്യത്തെ കഷ്ണങ്ങളാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെ പോരടിക്കുക, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിമോചനത്തിന് പോരാടുക, ഇതൊന്നും ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതവന്റെ കടമയാണ്.
അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇസ്ലാം വിധേയപ്പെടാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ അടിമകളായാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അടിമപ്പെടുത്തിയാൽ അവരിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രവാചകന്മാരെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ കൈകളിൽ അരിഞ്ഞ് എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു നിയോഗിക്കുന്നത്. മൂസാ നബി ഫിർഔനിനോട് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയുണ്ട്. വതിൽക നിഅമത്തുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത ബനി ഇസ്രായേൽ. ബനു ഇസ്രായേലുകാരെ അടിമകളാക്കി വെച്ചു എന്ന ഒരു അനുഗ്രഹമാണോ നീ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെ മോചിപ്പിക്കാനായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അടിമത്തത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിലകൊണ്ടത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അടിമത്ത സമ്പ്രദായം അന്ന് 6-ാം നൂറ്റാണ്ടിൽ അരങ്ങു തകർത്തിരുന്ന സമയമായിരുന്നു. അന്നത്തെ ഒരു സമ്പദ് വ്യവസ്ഥയായതുകൊണ്ട് ഒറ്റത്തവണയായതിനോ നിരോധിക്കാൻ കഴിയില്ല. സാമ്പത്തികമായ ഡിസോർഡർ ഉണ്ടാവും, ക്രൈസിസ് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്ത മോചനത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി. അടിമ മോചിപ്പിക്കുന്നവർക്ക് വലിയ ഓഫറുകൾ നൽകി. താൻ ചെയ്യുന്ന ഒരു പാപം അതിന്റെ പ്രായശ്ചിത്തമായി പലപ്പോഴും അടിമത്ത മോചനത്തെ മുന്നിൽ നിർത്തി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളെയെല്ലാം അവരുടെ ഉമ്മമാർ സ്വതന്ത്രരായാണ് ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അവരെന്തിനാണ് അടിമകളാക്കി നിർത്തുന്നത് എന്ന്. അതുകൊണ്ട് അടിമത്തത്തിനെതിരെ പോരാടുക എന്നത് മുസ്ലിമിന്റെ മച്ചയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നതാണ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ അത് മാറ്റുകൂട്ടുകയാണ്. ഇന്ത്യ രാജ്യം എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. മഹാനായ അബുൽ ബശർ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നടന്ന ഹജ്ജിന് പോയി എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മണ്ണാണ്, ആദ്യ പിതാവിന്റെ മണ്ണാണ് നമ്മുടെ മണ്ണ്. അതുകൊണ്ട് ഇന്ത്യയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. 800 വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ച മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾ ഒന്നും ഈ രാജ്യത്തിന് ചെയ്തിട്ടില്ല. അവരെ പുറത്താക്കേണ്ടവരാണ്. NRC അടക്കമുള്ള തിട്ടൂരങ്ങൾ ഇറക്കിക്കൊണ്ട് അക്കാലഘട്ടത്തിൽ വൈദേശികർക്ക് അടിമപ്പണി ചെയ്തവരെ നേതാക്കന്മാരാക്കിയും വീരപോരാളികളാക്കിയും ചിത്രീകരിക്കുകയും രാജ്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവർ, കൈമേയ് മറന്ന് രാവും പകലുമില്ലാതെ അധ്വാനിച്ചവർ, അവരെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഒന്ന്, അവരടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, അവർ മറമാടിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തെ പുറത്തു കൊണ്ടുവരിക എന്നതാണ്. ഇന്ന് പല പേജുകളിൽ നിന്നും, രേഖകളിൽ നിന്നും, ചരിത്രങ്ങളിൽ നിന്നും മുസ്ലിം നാമധാരികളെ പാടെ തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് തകർക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ചരിത്രങ്ങളെ മാറ്റിമറിക്കുക എന്നതാണ്. രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവനും ബോംബിട്ട് കൊന്നതുകൊണ്ട്, അവരെ വൈദേശികാധിപത്യം നടത്തിയതുകൊണ്ട്, അവരുടെ സംസ്കാരം മാറ്റിയതുകൊണ്ട് ഒരു പക്ഷേ മാറണമെന്നില്ല. അവരെ മുഴുവനായും മാറ്റണമെന്നില്ല, മാറി ചിന്തിക്കുന്നവരാക്കണമെങ്കിൽ അവിടുത്തെ ചരിത്രത്തെ മാറ്റണം. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ ചരിത്രം നാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗതകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റസൂലി മാ നസബിതു ബിഹി ഫുആദക. നബി അങ്ങയുടെ ഹൃദയങ്ങളിലേക്ക് സമാശ്വാസവും ധൈര്യവും സ്ഥൈര്യവും ഒക്കെ പകർന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രം അവതരിപ്പിക്കുന്നത് എന്ന്. അപ്പൊ സത്യസന്ധമായ ചരിത്രം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് നല്ല മനോധൈര്യം ഉണ്ടാവും, നമുക്ക് സ്ഥൈര്യമുണ്ടാകും, നമ്മുടെ മണ്ണാണ് എന്ന ബോധമുണ്ടാവും. ഈ മാതൃരാജ്യത്തിന് വേണ്ടി പോരടിക്കണമെന്നും പോരാടണമെന്നും, ഇത് അപകടത്തിലാവുമ്പോൾ ഇതിന്റെ കാവലാളന്മാരായി നിലകൊള്ളണമെന്നും നമ്മുടെയൊക്കെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരും. അങ്ങനെയുള്ള ഒരു സംസ്കാരം, അങ്ങനെയുള്ള ഒരു ചരിത്രം അത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തങ്ങ് വിശദീകരിച്ചാൽ മുസ്ലിം സമൂഹം ചെയ്ത എത്രയെത്ര വലിയ സംഭാവനകളുണ്ട്. മറ്റുള്ളവർ ചെയ്തില്ല എന്നല്ല, മറ്റുള്ളവരെയൊന്നും മാറ്റി നിർത്തുന്നില്ല, മുസ്ലിങ്ങളെയാണെന്ന് മാറ്റി നിർത്തുന്നത് നാം കാണുന്നത്. അവിടെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. കേരളീയ പശ്ചാത്തലം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ സമയം തികയുകയില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ
ഈറ്റില്യമായി കരുതപ്പെടുന്ന മുസ്ലിങ്ങളുടെ പർദീസയായി കരുതപ്പെടുന്ന പൊന്നാനിയും വെളിയങ്കോടും മമ്പറവുമല്ല. ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ശക്തമായ സമരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ചരിത്രം നമ്മോട് വിളിച്ചു പറയുകയാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ്, ഗാന്ധിജി ജനിക്കുന്നതിന് മുമ്പ് മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവർ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു, ഞങ്ങളുടെ നാടിലുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം ചോർത്തിക്കൊണ്ടുപോയിട്ട്, നിങ്ങളുടെ സംസ്കാരം ഇവിടെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട്, ഞങ്ങൾ താമസിക്കുന്ന മണ്ണിന് നിങ്ങളുടെ കയ്യിലേക്ക് കരം വെച്ചു നീട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നികുതി തരണമെന്നാണ് പറയുന്നതെങ്കിൽ കഴിയില്ല, അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ നേതാവാണ് മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എവിടെ നിന്നാണ് മഹാനവറുകൾക്ക് ആ ഊർജ്ജം ലഭിച്ചതെന്നറിയുമോ? മഹാനായ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരു കാലഘട്ടത്തിന്റെ ഖുതുബായി അറിയപ്പെട്ട ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർകളാണ് ആ ഊർജ്ജം പകർന്നു കൊടുത്തത്. മഹാനവറുകൾ സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു രചന തന്നെ നടത്തിയിട്ടുണ്ട്. അത് നടത്താനുള്ള പശ്ചാത്തലം മുട്ടിയറയിൽ 1841 നടന്ന ബ്രിട്ടീഷ് കലാപത്തിന്റെ പേരിൽ 11 ആളുകളെ പള്ളിയിൽ കയറി ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. ആ സമയത്ത് മഹാനവറുകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നതിന്, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിനും അവർക്ക് സാമ്പത്തികമായും സാംസ്കാരികമായും ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സൈഫുൽ ബത്താർ എന്ന് പറയുന്ന രചന മഹാനവറുകൾ നടത്തുന്നത്. പോർച്ചുഗൽസുകാർക്കെതിരെ സമരം ചെയ്തതിന്റെ ഇന്നലകൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മഹാനായ മഖ്ദൂമുമാരുടെ ചരിത്രം നമ്മൾ വായിക്കേണ്ടി വരുന്നത്. മഹാന്മാരായ മഖ്ദൂമുമാർ, മഖ്ദൂം ഒന്നാമൻ എഴുതിയ തഹ്രീദു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്, ഒരു കാവ്യ രചനയാണ്. ആ രചനയിലൂടെ ഭരണവിരുദ്ധമായ വികാരം ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ വൈദേശികമായ ആധിപത്യത്തിനെതിരെ ജനങ്ങളെ സമരരംഗത്തേക്ക് എറിയപ്പെടുകയും ചെയ്ത ഒരു വലിയ രചനയായിരുന്നു അത്. ആ രചനയിൽ നിന്ന് ആത്മവീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് താമസം മാറ്റി പിന്നീട് സാമൂതിരിയുടെ പടനായകന്മാരായി കുഞ്ഞാലി മരക്കാന്മാർ മാറിയത് എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർന്നില്ല, മഹാന്മാരായ മഖ്ദൂമുമാരിൽ രണ്ടാമൻ അഥവാ ഒന്നാം സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരക്കിടാവ് മഹാനവറുകൾ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ, അതിന്റെ അർത്ഥം തന്നെ പോരാളികൾക്കുള്ള ഒരു തുഹ്ഫ, പാരിതോഷികം എന്നാണ്. മഹാനവറുകൾ അത് രചിച്ച് ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുകയാണ്. തഹരീർ രചിച്ച് എല്ലാ നാടുകളിലെയും പള്ളികളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്, വിതരണം ചെയ്യുകയാണ്. പോർച്ചുഗീസുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയവരാണ് നമ്മുടെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, ഈ നാടിന്റെ കാവലാളന്മാരായിരുന്നു. ഇതൊന്നും ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്നില്ലേ, ഇതൊന്നും എവിടെയും പഠിപ്പിക്കപ്പെടുന്നില്ല. കുറച്ചങ്ങേക്ക് നമ്മൾ ചരിത്രം വായിച്ചാൽ ആലി മുസ്ലിയാരെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെയും, എന്തിനെന്ന് പറയണം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും. ഇന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് അറപ്പും വെറുപ്പുമുള്ള പേരായി മാറിയിരിക്കുകയാണ്. ആരാ വാരിയംകുന്നൻ എന്നറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായ ഒരു ഭരണ രാഷ്ട്രം സ്ഥാപിക്കുകയും അതിലേക്ക് കടന്നു വരാൻ പാസ്പോർട്ട് സംവിധാനിക്കുകയും ചെയ്ത വീരേതിഹാസം ഭരിച്ച നേതാവാണ്. അദ്ദേഹത്തെ സന്ധിയിലേക്ക് വിളിച്ച് ഒരിക്കൽ ചർച്ച ചെയ്യുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളോട് സമരസപ്പെട്ടു പോവുകയാണെങ്കിൽ, സൂര്യന് അസ്തമിക്കാത്ത അധിപന്മാരാണ്, രാഷ്ട്രത്തിന്റെ തലവന്മാരാണ് നിങ്ങൾക്ക് ഞങ്ങൾ മക്കയിൽ നിങ്ങളുടെ ഈറ്റില്ലമായി കരുതുന്ന നിങ്ങളുടെ ഭൂമിയായ മക്കയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള മണ്ണ് ഞങ്ങൾ സജ്ജീകരിച്ചു തരാം. അന്ന് മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ജനിച്ചത് മക്കയിലല്ല, ഞാൻ ജനിച്ച നാടിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നിങ്ങൾക്കെതിരെ ഞാൻ സന്ധിയില്ല സമരം നടത്തുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ച നേതാവായിരുന്നു മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അവസാനം അദ്ദേഹത്തെ ചതിപ്രയോഗത്തിലൂടെ കൊല ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് കോട്ടക്കുന്നിന്റെ മുകളിലേക്ക്. ആ കോട്ടക്കുന്ന് ഇന്നും സന്ദർശിച്ചാൽ നമുക്കറിയാം. അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ അവസാനമായി നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷുകാരായ പട്ടാളക്കാർ പിടികൊട്ടാ പുള്ളികളായി പ്രഖ്യാപിക്കപ്പെട്ടവരെ കൊല്ലുന്ന അവസരത്തിൽ പിന്നിലേക്ക് കൈകെട്ടിയിട്ട് പിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന രീതിയാണുള്ളത്, അതെനിക്കറിയാം. അതുകൊണ്ട് ഈ വാരിയംകുന്നനെ നിങ്ങൾ അങ്ങനെ കൊല്ലരുത്, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം.
ധൈര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി ഈ വെയിലുമാറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടേക്ക് നിങ്ങൾ വെടിവെച്ച് കൊല്ലണം. മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ വെടിവെച്ച് കൊല്ലണം. നാളെയുടെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് കുതറി മാറി ഓടുന്ന സമയത്ത് വാര്യംകുന്നനെ നിങ്ങൾ പിറകിൽ നിന്ന് വെടിവെച്ച് കൊന്നതാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ പിൻഗാമികളാണ് സഹോദരങ്ങളെ. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കണം. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വരുന്ന തലമുറക്ക് ഊർജം പകർന്നു കൊടുക്കണം. എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് അങ്ങ് കയറിയാൽ ഗാന്ധിജിയെ സഹായിക്കാനുണ്ടായിരുന്ന ഇടതും വലത്തുമാരായിരുന്നു, മുസ്ലിം സമൂഹമായിരുന്നു. മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഷൗക്കത്ത് അലി തുടങ്ങിയവരായിരുന്നു. മുഹമ്മദ് അലി ജൗഹറിനെ അറിയില്ലേ? മുഹമ്മദ് അലി ജൗഹർ വട്ടമേശ സമ്മേളനത്തിന് ചെന്നതിന് ശേഷം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ ഉറപ്പിച്ച ജോർജ് അഞ്ചാമന്റെ മുന്നിൽ നോക്കി ജോർജ് അഞ്ചാമൻ ഇസ്ലാമിനെതിരെയും ഇന്ത്യക്കെതിരെയും പഞ്ഞനം കുത്തിയപ്പോ അതുവരെ ഹോണറബിൾ ജോർജ് എന്ന് വിളിച്ച മഹാനായ മുഹമ്മദ് അലി ആ സമയത്ത് മാറ്റി വിളിക്കുകയാണ് മിസ്റ്റർ ജോർജ് എന്ന്. ചരിത്രത്തിലുള്ളതാണ്. മിസ്റ്റർ ജോർജ് എന്ന് വിളിച്ച് ആ രാജാവിന്റെ മുന്നിൽ കെട്ടുകട ഉറപ്പിച്ച വർത്തമാനം പറഞ്ഞ മുഹമ്മദ് അലി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. മുഹമ്മദ് അലി ജൗഹർ പറയാണ്, ഞാൻ ഇവിടെ നിന്ന് മരിച്ചു വീഴുകയാണെങ്കിൽ, അദ്ദേഹം രോഗശയ്യയിലായി. പിന്നെ അദ്ദേഹം രോഗശയ്യയിൽ വെച്ച് പറഞ്ഞതാണ്, ഞാൻ ഈ രാജ്യത്താണ് മരിച്ചു വീഴുന്നതെങ്കിൽ ബ്രിട്ടീഷുകാരന്റെ മണ്ണിൽ എന്നെ അടക്കം ചെയ്യരുത്. അവർ നമ്മെ പിടിച്ച് കരാളഹസ്തങ്ങളിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നെ നിങ്ങൾ മറവ് ചെയ്യരുത്. ഇന്ത്യയിലേക്ക് നിങ്ങൾ എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണെങ്കിൽ, എന്റെ ജനാസ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. കാരണം മഹാത്മാഗാന്ധി എന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനാ പറഞ്ഞയച്ചത്. അതില്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞത്, ഇത് രണ്ടും സാധ്യമായിട്ടില്ല എങ്കിൽ എന്നെ നിങ്ങൾ അടക്കം ചെയ്യേണ്ടത് ബൈത്തുൽ മുഖദ്ദസിലാണ് എന്ന്. ഇന്നും ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചാൽ അവിടെ ഒരു ഫലകമുണ്ട്. അവിടുത്തെ മസാറിൽ ഒരു ഫലകമുണ്ട്. അവിടെ എഴുതി വെച്ചത് ജിഹാദുൽ ഹിന്ദ് എന്നാണ്, മുജാഹിദുൽ ഹിന്ദ് എന്നാണ്. ഇന്ത്യയിലെ ധീര ദേശാഭിമാനി വീരയോദ്ധാവ് എന്നാണ് ആ ഫലകത്തിൽ എഴുതി വെച്ചത്. അവിടെയാണ് ഖബർസ്ഥാൻ നിലകൊള്ളുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ മണ്ണുമായി മുസ്ലിങ്ങൾക്കുള്ള ബന്ധം എത്രയാണ്. അങ്ങനെ നമ്മൾ ഓരോന്ന് വായിച്ചു കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഷാഹ് ദഹ്ലവിയും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് ദഹ്ലവിയും ടിപ്പു സുൽത്താനും അബ്ദുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫർ ഖാനും തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇന്നത്തെ ചരിത്രത്തെ അപനിർമ്മാണം നടത്തുന്നത്. ചരിത്രത്തിൽ തീഷ്ണമായ രൂപത്തിൽ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ പറയാനുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതെങ്കിലും ഒന്ന് പഠിക്കണമെന്നാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാ? ബഹദൂർ ഷാ സഫറാണ്. ആ ബഹദൂർ ഷാ സഫറിനെ ഈ നാട്ടിൽ നിന്ന് റംഗൂണിലേക്ക്, മ്യാൻമറിലേക്ക്, റംഗൂണിലേക്ക് നാട് കടത്തുന്നുണ്ട്. തന്റെ മക്കളെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നതിന് ശേഷമാണ് അദ്ദേഹം മാറി. അവർക്ക് മുന്നിൽ തീരെ എഴുതി കൊടുത്തില്ല, അവർക്ക് വഴങ്ങി കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹത്തെ കാരാഗ്രഹവാസത്തിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഒരു പെട്ടി മണ്ണ് കയ്യിലിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു എന്നാണ്. ആ സഞ്ചിയിൽ മണ്ണായിരുന്നു. അതിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മരണപ്പെട്ടപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത്, ഈ മണ്ണ് ഞാൻ മരിച്ചിരിക്കുന്ന എന്റെ ജനാസ അടക്കം ചെയ്യുന്ന ഖബറിൽ ആദ്യം നിങ്ങൾ പാവേണ്ടത് ഈ മണ്ണാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം സേവനം, ഇത്രയധികം രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നം നടത്തിയ, തന്റെ ജീവനും സ്വത്തും തന്റെ എല്ലാം സമർപ്പിച്ചത് വായിക്കാൻ കഴിയും. ഇനി നോക്ക്, നിങ്ങൾ സമര രംഗത്തേക്ക് ആളിപ്പടർന്ന ചില മുദ്രാവാക്യങ്ങൾ സംഭാവന ചെയ്തതാരായിരുന്നു? ഏറ്റവും പ്രസിദ്ധമായ ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം അത് രൂപപ്പെടുത്തിയത് ആബിദ ഹസൻ സഫ്രാനി എന്നവരാണ്. അതുപോലെ തന്നെ ഇൻഖിലാബ് സിന്ദാബാദ്, വിപ്ലവം വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് അത് ഹസ്രത്ത് മൊഹാനിയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രമേയത്തിന് തുടക്കം കുറിക്കുകയും ആശയം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തത് യൂസുഫ് മെഹർ അലി എന്ന് പറയുന്നവരാണ്. സാരേ ജഹാൻ സെ ഹജ്ജ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ഗാനം വിരചിച്ചതാരാണ്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്ര പോരാട്ടത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ പൂർണ്ണമായും മുന്നിൽ നിന്ന് നയിച്ച ഒരു വിഭാഗത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം.
നാം ഇതിന് വേണ്ടി വേദികളായി കൊണ്ട് തയ്യാറാക്കി നമ്മുടെ പുതുതലമുറക്ക് അവബോധം നൽകിക്കൊണ്ടിരിക്കുക എന്നത് ഓരോ മുസൽമാന്റെയും ഓരോ ഇന്ത്യക്കാരന്റെയും മതേതര പക്ഷത്ത് നിൽക്കുന്നവന്റെയും ഉത്തരവാദിത്തമാണ്. ഒന്നതാണ്. രണ്ടാമതായി ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ മതേതര മൂല്യങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നവരാവണം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ വിഭിന്നങ്ങളായ സംസ്കാരങ്ങളും ഗോത്രങ്ങളും ആക്കിയിട്ട് തിരിച്ച് നിങ്ങൾക്ക് ഒരു ലെറ്റർ അയച്ചാൽ, ഒരു മെസ്സേജ് അയച്ചാൽ അത് ലഭിക്കാൻ വേണ്ടിയാണ്, പോരടിക്കാനല്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു വർഗീയവാദിയുടെയും ചേരിയിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഒരു വർഗീയ പ്രഭാഷണം നടത്താൻ പാടില്ല. ആരെയും വർഗീയതയിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. എല്ലാ നിലയിലും നമ്മൾ മതേതരത്വത്തിന്റെ പക്ഷത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ കാവലാളന്മാരായി നമ്മൾ ജീവിക്കണം. രാജ്യം അപകടപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായി നമ്മൾ നിലകൊള്ളണം. നിങ്ങൾ വായിച്ചില്ലേ, പത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കാൻ, വീഡിയോകളൊക്കെ പുറത്തോട്ട് കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ വരെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. സമരരംഗത്ത് നമ്മൾ മുന്നിലുണ്ടാവണം. നമ്മുടെ ഇന്ത്യയാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി, നല്ല നാളേക്കായി നാം എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാവണം. നമ്മുടെ രാജ്യമാണിത്. ആ രാജ്യത്തെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സ്വാഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനത്തോടുകൂടെ നിലകൊള്ളാനുള്ള ഒരു സാഹചര്യം, മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരു പ്രതാപം അത് തിരിച്ചു പിടിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ നാം എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. പടച്ച റബ്ബ് നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനുർ റബ്ബ് നമ്മുടെ രാജ്യത്ത് പഴയകാല ഒരു പ്രതാപം, മതേതരത്വം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സംഭാവന ചെയ്തവരുടെ സംഭാവന സ്വീകരിക്കുമാറാവട്ടെ. ഉദ്ദേശിച്ചവരുടെ ഖബറിലേക്ക് ഇതിന്റെയൊക്കെ മിസ്ലി സവാബ് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവിനും ഞങ്ങൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ രാജ്യത്തും നാട്ടിലും വലിയ സ്വസ്ഥതയും സമാധാനം സന്തോഷവും നിലനിർത്തണേ അല്ലാഹ്. ആയിരാരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സംഭാവനകൾ നൽകിയവർക്ക് ഇനിയും സംഭാവന നൽകാനുള്ള വലിയ തൗഫീഖും നല്ല വിശാലതയും റിസ്കിന്റെ വിശാലതയും നീ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക.